ബഹുമാനിയുടെ വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, നമ്മളെല്ലാവരും സംവദിക്കുന്നത് വാക്കുകളിൽ കൂടിയാണ്. വാക്കുകൾക്ക് ഒരേ ഒരു അർത്ഥമേ നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ അർത്ഥമുണ്ടെങ്കിൽ അതും നമുക്കറിയാവുന്നതാണ്. പക്ഷേ ശ്രീ അജയകുമാർ സൂചിപ്പിച്ച പോലെ റേപ്പിന്റെ മലയാള വാക്ക് ബലാത്സംഗം എന്നാണ്. ബലാൽ എന്ന് പറഞ്ഞാൽ സമ്മതം ഇല്ലാതെ എന്നാണ്. കൺസെന്റിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അതുണ്ടായിരുന്നോ ഇല്ലയോ എന്നതാണ് കോടതികൾ പരിശോധിക്കുക. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് അടുത്തറിയാവുന്നതാണ്. കാരണം എൻ്റെ ഒരു പൂർവ്വ സുഹൃത്ത്, ഈ സുഹൃത്ത് പൂർവ്വ സുഹൃത്താകാനുള്ള കാരണം എന്താണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. എൻ്റെ ഒരു പൂർവ്വ സുഹൃത്ത് വളരെ വിദ്യാസമ്പന്നൻ, മുഹമ്മദ് ഫറൂഖ് ആണ് പേര്. 18ാം നൂറ്റാണ്ടിൽ നശിച്ചു പോയ ദസ്താൻ ഗോയി എന്നൊരു വലിയ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തി. പുരോഗമനാത്മകമായിട്ടുള്ള പിപ്പിലി ലൈവ് തുടങ്ങിയ പ്രസിദ്ധ സിനിമകൾ പിടിച്ചിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു അമേരിക്കൻ റിസർച്ച് വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തി. ഇത് ഡൽഹിയിലെ സെഷൻ കോടതിയിലെത്തി. ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഫറൂഖിയെ 7 വർഷത്തെ കഠിന തടവ്. ഈ വലിയ പുരോഗമന സംവിധായകയായ അനുഷ്ക റിസ്വി ഇതിനെതിരായിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി ഫറൂഖിയെ വെറുതെ വിട്ടു. അതിന് പറഞ്ഞ നിയമങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാരണം. ആ കാരണം ഇതാണ്: a feeble no is a yes. നിങ്ങൾ നോ എന്ന് പതിക്കാൻ പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആവാമെന്നാണ്. ഇതാണ് ഇത്തരത്തിലുള്ള ഈ 2017 ഇന്ത്യയിലെ റേപ്പ് നിയമങ്ങളുടെ അടിത്തറ തോന്നുന്ന ഈ വിധിന്യായത്തിനെതിരായി അപ്പീലിന് പോയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി ഇവിടെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? എനിക്ക് തോന്നുന്ന അതിന് കാരണം രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. കാരണം ഭരണത്തിൽ വരുന്നതും ജനങ്ങളുടെ അവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര ശതമാനം സ്ത്രീകളുണ്ട്? വലിയ പുരോഗമന പ്രസ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന ഇടതുപക്ഷത്തിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം വൃന്ദാക്കാരായിട്ട് ശബ്ദമുണ്ടായിട്ടാണ് അവർക്ക് പോളിറ്റ് ബ്യൂറോയിൽ കിട്ടിയത്. ഈ പ്രാതിനിധ്യം ഇല്ലാത്തത് എല്ലാ രീതിയിലും രാഷ്ട്രീയ കക്ഷികളെ സ്ത്രീവിരുദ്ധരാക്കുന്നു, സ്ത്രീപക്ഷ ചിന്തകളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. 20ാം നൂറ്റാണ്ട് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ സ്ത്രീപക്ഷ ചിന്താഗതിയിലാണ് രാജ്യങ്ങളിലും സമ്മതിദാന അവകാശം ലഭിക്കുന്നത്. പിന്നെ
ആ നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും സമത്വം, ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ പല അവകാശങ്ങളും ലഭിച്ച് ഏതാണ്ട് 60കളിൽ അല്ലെങ്കിൽ 50കളിൽ അമേരിക്കയുടെ യൂറോപ്പിയൻ സർവകലാശാലകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സ്ത്രീവാദം അല്ലെങ്കിൽ ഫെമിനിസം ലോകമെമ്പാടും പരക്കുകയും ഇതിനെപ്പറ്റി ഒരു പുതിയ ബോധം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ 21ാം നൂറ്റാണ്ടാകുമ്പോൾ ഇതെല്ലാം കീഴ്മേൽ മറിയാണ്. അടുത്ത സംഭവം ഈ ഒരു ബാലപീഡകനായ എപ്സ്റ്റീനോടുള്ള സർക്കാരുകളുടെ പ്രതികരണം എന്താണ് എന്നാണ്. എപ്സ്റ്റീൻ കേസിലെ അയാളുടെ കത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട അമേരിക്കയിലെ പ്രമുഖരായ വ്യക്തികൾക്കെതിരായിട്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ 2 രാജ്യങ്ങളിൽ, UK-യിലും ഇംഗ്ലണ്ടിലും നോർവേയിൽ രാജകുമാരി തൊട്ട് അവിടുത്തെ പൂർവ്വ പ്രധാനമന്ത്രി വരെയുള്ളവർക്കെതിരായി നടപടിയുണ്ടായി. അത്തരത്തിലുള്ളൊരു സമൂഹമായിട്ടല്ലേ നമ്മൾ കേരളം മാറേണ്ടത്. അതിന് തക്ക രാഷ്ട്രീയ നേതൃത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വിശ്വാസം, ശബരിമല വിധിന്യായം, സ്ത്രീ സമത്വത്തിന്റെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുസൃതമായിട്ടുള്ള ഒരു വിധിയായിരുന്നു. അതിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി, നാമജപ ഘോഷയാത്രകളുണ്ടായി. ഇതിനെ ആദ്യമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഈ പ്രതിഷേധങ്ങൾ കേരളം മുഴുവൻ അലയടിച്ചപ്പോൾ അതിനെ നേരിടാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ആദ്യം ശ്രമിച്ചത്. അതിനായി കേരളം മുഴുവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വനിതാ മതിൽ തീർത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ വനിതാ മതിൽ ഞാൻ തുറവൂര് തൊട്ട് ഏതാണ്ട് എടപ്പള്ളി വരെ കാറിൽ പോയി കാണുകയുണ്ടായി. കേരളത്തിലെ സ്ത്രീകൾ, കന്യാസ്ത്രീകൾ, തട്ടമിട്ട സ്ത്രീകൾ, പൊട്ടുതൊട്ട സ്ത്രീകളും കുട്ടികളും ഒന്നായി നിന്ന് വിശ്വാസത്തിനല്ല സ്ത്രീ സമത്വത്തിന് വേണ്ടി നിലനിന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം, ഇതിനെ എതിർക്കേണ്ട കാര്യം, സമത്വത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ള അടിസ്ഥാനപരമായ പുരോഗമനാശയം ഇതെല്ലാം വിട്ടുകളഞ്ഞു. എന്തുകൊണ്ട്? ഇതെവിടെയാണ് ഇതിൻ്റെ അപജയം സംഭവിക്കുന്നത്? സ്ത്രീവാദം, പരിസ്ഥിതി, മനുഷ്യാവകാശം തുടങ്ങിയ അടിസ്ഥാന ആധുനിക കാലത്തെ ആശയങ്ങളൊന്നും സ്വീകരിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒരു ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? പക്ഷെ അതത് ചെയ്യുന്നില്ല. ഈ കേസിൻ്റെ തന്നെ, ഈ അതിജീവിതയുടെ കേസിൻ്റെ തന്നെ എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ ഉടനെ സിനിമ സമ്മർദ്ദം, അല്പസമ്മർദ്ദം ഉണ്ടായി. യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥതയും ഇല്ലാതെ, അതായത് അടിസ്ഥാനപരമായിട്ട് സ്ത്രീയോടുള്ള സമത്വബോധം ഉള്ളിൽ കൊണ്ട് നടക്കാത്ത ഒരു പറ്റം പുരുഷന്മാർ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു വഴിപാട് നടത്തുന്ന പോലെ ഹേമ കമ്മിറ്റിയെ നിയമിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് 5 കൊല്ലമാണ് മന്ത്രിയുടെ അലമാരയിൽ കടന്നത്, കൂട്ടിവെച്ചത്. അതിനുശേഷം അത് പുറത്തെടുത്തു. വീണ്ടും അല്പസമ്മർദ്ദം വന്നു, വീണ്ടും പുറത്തെടുത്തു. അത് പ്രസിദ്ധീകരിച്ചു. പല പേജുകളും അതിന് കണ്ടില്ല. അതിനുശേഷം അതിനെപ്പറ്റി വലിയൊരു കോൺക്ലേവ് നടന്നു, സിനിമാ കോൺക്ലേവ്. ഈ കോൺക്ലേവ് നടന്ന് അതിന് ശുപാർശകളുണ്ടായി. ശുപാർശകൾ ഇപ്പോൾ എവിടെയാണ്?
ഇങ്ങനെ അതായത് അടിസ്ഥാനപരമായി സ്വാംശീകരിക്കാത്ത സ്ത്രീയോടുള്ള അല്ലെങ്കിൽ സമത്വബോധം സ്വാംശീകരിക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ. ഞാൻ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഇത് കേരളം നമ്മുടെ ജന്മനാടായതുകൊണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഉദാഹരണം വടക്കേന്ത്യയിലൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഫറൂഖിയുടെ ജഡ്ജ്മെൻ്റൊക്കെ അതാണ് കാണിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എഴുന്നേറ്റു 24 മണിക്കൂറിലാണ് അറസ്റ്റ്. രാഹുൽ മാങ്കൂട്ടം പോയി. എന്നാൽ അടുത്തിടെ സംഭവിച്ച മറ്റൊരു കേസിലും രാജിയാകാൻ വേണ്ടി സമയം അനുവദിച്ചുകൊണ്ട് 10-15 ദിവസത്തിന് ശേഷമാണ് FIR ഫയൽ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ ഒരു ബോധം, സമത്വബോധം, സ്ത്രീ സമത്വബോധം ഉൾക്കൊള്ളാത്ത ഒരു പറ്റം പുരുഷന്മാർ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആണ് ഒരു പക്ഷേ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ എന്നതാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ ചർച്ചകളുടെ ആക്കം കൂട്ടണമെന്നാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരാജയ ഭയത്താൽ ഏതെങ്കിലും രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പോലും അപ്രീതിപ്പെടുത്താൻ തയ്യാറല്ലാത്തൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.